ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇവിടെ നല്ല കാറ്റ് ഗൈസ്. ഇന്ന് ഉച്ച ഈ ടൈം ഇപ്പൊ ഞങ്ങള് കടയിലേക്ക് പോയത് എന്താ ജീരക സോഡ കുടിക്കാൻ വേണ്ടി പോയതാണ്. എന്ത് വെയിലോക്ക് ജീരക സോഡ കുടിച്ചിങ്ങനെ ഇറങ്ങുമ്പോഴല്ല ഫുള്ള് തണുപ്പ്, നല്ല കാറ്റ്, അടിപൊളിയായിട്ട് ഫുള്ള് തണുപ്പ്. ഇത് കൂടെ ഇങ്ങനെ നടക്കും, കാറ്റ് ആ മലയുടെ ഒപ്പം ഫുള്ള് തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നു. എന്ത് അടിപൊളിയാ നോക്ക്. രാവിലെ വീട്ടിൽ നിന്ന് എടുക്കണ വിചാരിച്ച്, പക്ഷെ വീട്ടിൽ പറ്റിയില്ല. ആകെ ഇതായിപ്പോയി. വീട്ടിൽ പറ്റണ്ടേ എടുക്കാൻ. എനിക്ക് മടിയൊന്നുമില്ല, വീട്ടിൽ നിന്ന് എടുക്കാൻ മടിയൊന്നുമില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വേറെ ഒന്നും നടന്നില്ല. പല്ല് കഴിച്ച് അപ്പം തന്നെ ഞാൻ ഇറങ്ങി. അത്രേ ഉള്ളൂ. പല്ല് കഴിച്ച് അപ്പം തന്നെ ഇറങ്ങി. രാവിലത്തെ ഒന്നും കുടിച്ചില്ലേ. പല്ലൊക്കെ തേച്ചപ്പോ ഉച്ചക്ക് ഒരു 11-12 മണിയായപ്പോഴാണ് പല്ല് കഴിച്ച് എണീറ്റ് തന്നെ. പല്ല് കഴിച്ച് അപ്പം തന്നെ ഇറങ്ങി. എങ്ങോട്ട്? കടയ്ക്ക്. എൻ്റെ ജീരക സോഡ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ. എണീറ്റ് പുറത്ത് ഇറങ്ങിയത് വമ്പ ചൂട്. പല്ല് കഴിച്ച് അങ്ങോട്ടൊരു ഇറക്കിറങ്ങി. ഒരു ബബിളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് കൂടെ നേരെ വീട്ടിലേക്ക് നടന്നു പോവാം. അത് എന്തെങ്കിലും തിന്നണുണ്ട്. വേണ്ട, വിശക്കില്ല അധികം. കുറച്ച് ഈ പാലത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവുള്ളൂ. അപ്പോൾ തന്നെ വീട്ടിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ പോയാലും മൊബൈൽ കളിച്ചിരിക്കും, അല്ലെങ്കിൽ TV കണ്ടിരിക്കും. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ പാലത്തിൽ കുറച്ച് ഇരുന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് പോവാം. അതുപോലെ തന്നെ മൊബൈലിൽ എൻ്റെ ഫോട്ടോ എന്തൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് പാലം. പണ്ടത്തെ ഇത് കൂടെ ആയിരുന്നു വഴി. ഇത് കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരുന്നു വഴി. എങ്ങനെ പോയിട്ട് അങ്ങനെ ആയിരുന്നു. അവിടെ എന്തൊക്കെയോ കാണാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിൽ കൂടെ ആയിരുന്നു വഴി. ഈ തോടൊക്കെ പണ്ട് ചെറുതായിരുന്നു. എത്ര ചെറുതാണ്. അവിടെ ഡാമൊന്നും ഉണ്ടായിട്ട് ഇവിടെ ഫുള്ള് ചെറിയ തോടായിരുന്നു ഇവിടെയൊക്കെ. പണ്ട് പറഞ്ഞ ഇത് കൂടെ തന്നെ വഴി. മറക്കാൻ പറ്റില്ല ഈ വഴിയൊന്നും. ഈ സ്റ്റെപ്പ് ഇവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കടക്കണ നല്ല രസം. അതുകൊണ്ട് ഒരു കൈയിന് എത്രയോ വീതിയുണ്ട്. പണ്ടത്തെ പാചകം അറിയോ? പണ്ട് ഒന്ന് പറയാതിരിക്കണല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ നിന്നൊക്കെ എത്ര ഓടി കളിച്ചിട്ടുണ്ടെന്ന് അറിയോ? എന്തൊക്കെ ഇവിടെയൊക്കെ ചെറിയ തോടി. ഇത് കൂടെ ചൂണ്ടിടാൻ എത്ര ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ചെറിയ ചൂണ്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വരും. ഇത്ര ചാലുപോലത്തെ ആയിരുന്നു ഇവിടെയൊക്കെ. വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നിറയും. ഇവിടെ ഒരു വലിയ ചാലുപോല ഉണ്ടായിരുന്നു. അതിൽ കൂടെ വെള്ളം അങ്ങോട്ട് പോകും. പിന്നെ അതിൽ കൂടെയൊക്കെ മൊത്തം അറിയാം. ആ വീടുള്ള ഭാഗത്തൊക്കെ ആ റോട്ടിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ വെള്ളം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തുനിന്നൊക്കെ വെള്ളം ആ ഭാഗത്തേക്കായിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ ഇതൊക്കെ കാണാൻ പുല്ലില്ലേ, ഇങ്ങനെ ഈ പുല്ലില്ലേ, ഇങ്ങനത്തെ പുല്ല്, അത് ഈ റോഡിന്റെ ആ സൈഡ് കാണില്ലേ, അങ്ങനത്തെ പുല്ലൊക്കെ ഇങ്ങനെ ബാക്കോട്ട് മറിഞ്ഞ് അതിന്റെ വേര് മൊത്തം പുറത്തേക്ക് കാണണോ. അങ്ങനെ പായ എന്തൊക്കെയോ മടക്കി വെച്ച പോലെ ഉണ്ട്. വേര് മൊത്തം മടങ്ങി കിടക്കണേ. എന്താ സാറ്റിസ്ഫൈഡ്. ഞങ്ങൾ ഇത് കൂടെ നടക്കാനൊക്കെ വന്ന്. റോഡ് ഇവിടുന്ന് അവിടെ വരെ വെള്ളമായിരുന്നു. പകുതി മുക്കാൽ വെള്ളം. ഇവിടെയൊക്കെ വെള്ളം കയറി. ഈ പാലത്തിൻ്റെ ഇവിടെയൊക്കെ മുട്ടി അത്രയ്ക്ക് വെള്ളമായിരുന്നു. ഞങ്ങളെ ഭാഗത്തൊക്കെ വെള്ളം കയറി ആ സീനായി. എന്നിട്ട് ഞങ്ങളെ എന്താക്കി, ബാക്ക് വലിയ കെട്ടില്ലേ, ആ കെട്ടി ഇടിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്മ വീട്ടിൽ പോയി. ഞാനും വീട്ടിലുള്ള എല്ലാവരും പോയി. എന്നിട്ട് കുറേ ദിവസം 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഫുള്ള് കാട് പിടിച്ചെടുക്കണം. വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് എലീൻ്റെ കാട്ടം, കൂറ, പല്ലി, എന്തൊക്കെ നിറ നടക്കണേ, എട്ടുകാലിൻ്റെ വല, അതൊക്കെ ക്ലീനാക്കി ഇപ്പോൾ വലിയ സെറ്റപ്പായി ഇപ്പോൾ നിൽക്കണേ. ഹോം ടൂർ പറയുകയാണെങ്കിൽ കുറേ എപ്പോഴേക്കും ഹോം ടൂർ നടത്താൻ പോകുന്ന വഴി അതൊക്കെ ഞാൻ വീട് ബേക്കിലെ ഭാഗം ഇടിഞ്ഞ ഭാഗം ഒക്കെ 8 കൊല്ലം കാണിച്ചിട്ടാണ് ഞങ്ങളുടെ ഭാഗത്തല്ലേ. വീടിൻ്റെ ചുറ്റിനും എപ്പോഴും പറയാനില്ല. എപ്പോഴെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിടും ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടാം. ഇപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. നമ്മളെ വ്ളോഗൊന്ന് ഉഷാറാക്കി നിങ്ങളല്ലേ പിന്നെ ആരും നമ്മളെ സപ്പോർട്ടാക്കാല്ലേ. ചോറായിക്കട്ടെ. നല്ല വിശക്കുണ്ട്. വയറൊക്കെ ഇങ്ങനെ കാളിക്കരിയാ. വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊരു വിശപ്പത്. എന്തെങ്കിലും ചോറായിക്കട്ടെ കേട്ടോ. നല്ല വിശക്കുണ്ട് എനിക്ക്. അവിടുന്ന് വന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ അവൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ നട്ടുച്ച 2 മണി 1 മണിയായിട്ട് അയക്കണ്. നല്ല വിശക്കുണ്ട്, വയറ് കരയുണ്ട്. വേഗം ചോറുന്ന തീർക്കട്ടെ. ചോറ് കഴിച്ചുകൊണ്ട് നേരെ ഇറങ്ങിയിട്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലിരിക്കാൻ സ്വാമിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. അയാൾ വേറെ പുറത്തേക്കാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഉച്ച കഴിച്ച പബ്ലിക് ഉണ്ട്. അത് ഇവനും പീസായിക്കോട്ടെ അല്ലേ. മുട്ടയും അച്ചു ആ ഇവനിവിടെ ഉണ്ട്.
നാ അച്ചു, നീ അച്ചു പീസായിക്കോ. ബബിൾക്ക ചോയില്ലേ സീറ്റ് കൊടുക്ക്. ആണ് കയറ്റിട്ട് തന്നു. സാധനം എടുത്തോണ്ട് മാഷാക്കല്ലേ നോട്ടെ. നമ്മള് കുളിക്കാൻ പോവാട്ടോ. കുളിക്കാൻ പോകുന്ന വേറെ കൂടെ ഇല്ല. നമ്മള് തോട്ടിക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവാണ്. നമ്മള് തോട്ടില് 2-3 നാളെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ചെരുപ്പിട്ടിട്ട് പോട്ടെ. ചെരുപ്പാണ് കപ്പെല്ലാം അവരും എടുത്തിട്ടുണ്ടോ പോന്നെ. കുളിക്കാരി ഗൈസ്. ഈ കമ്പി ആരും എടുക്കില്ല കേട്ടോ. പച്ച ബക്കറ്റ് എടുത്തിട്ടോ. ഇവിടെ ഉണ്ട്. മുറ്റത്തുണ്ട് പച്ച. ഞാൻ ഫസ്റ്റ് ഞാൻ മേലെ പോയി മുങ്ങട്ടെ വന്നാ. കലക്കി എടാ കലക്കൊക്കെ ആവൂല. ഇവിടെ മുങ്ങാം. ഇവിടെ മുങ്ങാം. ഉള്ളിക്ക് വെള്ളം അടിക്കണ. നമ്മള് കുളിക്കാൻ തുടങ്ങിയപ്പോ കിച്ചടയും തുടങ്ങി. അതാ ഇവരൊന്ന് കുളിച്ചേട്ടോ, എന്നിട്ട് വേണം നമ്മക്ക് കുളിക്കാൻ. ഫസ്റ്റ് ഞാൻ തുടക്കം മാറി കടക്കട്ടെ. അവിടെ ഞാൻ ഫസ്റ്റ് കുളിച്ച് കയറട്ടെ. അപ്പടെ ഫസ്റ്റ് കുളിച്ച് കയറട്ടെ. സോപ്പ് എടുത്തില്ല. അത് ഞാൻ എടുത്തില്ല. അവനടുത്ത തലക്ക് സോപ്പാണല്ലോ. ഞാൻ എടുത്ത കുളിക്കുന്ന സോപ്പ് എടുക്ക്. കുടി സോപ്പ് വെല്ലിച്ചനുണ്ടോ ആളെത്തി. കുളിക്കണ്ട കളിക്കണ്ട. 20 മിനിറ്റ് പോവാ. കുളി കഴിഞ്ഞാണ്. ഞാൻ മാത്രമേ തോട്ടിൽ കുളിച്ചുള്ളൂ. വന്ന 2 തോട്ടിലേക്ക് കുളിച്ചില്ല. ഞാൻ ഒറ്റേനെ കുളിച്ചുള്ളൂ. കുട്ടികളപ്പം ഞാൻ കുട്ടികളപ്പം ഒറ്റയ്ക്കന്നെ കുളിച്ചു. ബാക്കി 2 തോട്ടിൽ കുളിച്ചിട്ടുമില്ല. ഞാൻ ഒറ്റയ്ക്കന്നെ കുളിച്ചേ. 2 ബാത്റൂം കയറി കുളിച്ചിരിക്കണേ. അല്ലേ മുഴുവൻ വളർന്നിട്ട് കണ്ണി ഒരു ഭാഗത്ത് എത്തിക്കണ്. വെട്ടാൻ തോന്നില്ല. മുഴി വളർത്തല്ലേ, പിന്നെ വെട്ടാൻ തോന്നില്ല. എനിക്കെന്താ അറിയില്ല. വെട്ടാൻ തോന്നില്ല. ഞാൻ വെട്ടുമില്ല. ഇതാ ബാത്റൂം കയറി കുളിച്ചിരുന്നതാ. ഇപ്പൊ കുളിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തോട്ട് പോയി കുളിച്ചേ. പക്ഷേ സങ്കടമൊന്നുമില്ല. കഴിച്ച് ഇപ്പൊ സമയം ഒരു 7-8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവര് അമ്പലത്തിൽ പോകാൻ വേണ്ടി പൈതരി കൊണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. കറക്റ്റ് 7 മണി. 7 മണി അതാ പോകുന്നുണ്ട് അമ്പലത്തേക്ക്. അത് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. ഞാൻ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ മീനും കൂട്ടി ചോറ് കഴിച്ചോണ്ട് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. കുളിച്ചാണ് ഞാൻ മീനും കൂട്ടി ചോറ് കഴിച്ചേ. എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഇനി നാളെ എപ്പോഴെങ്കിലും പോവാണെങ്കിൽ തന്നെ ഞാൻ അമ്പലമൊക്കെ ഒന്ന് നൈറ്റിൽ എങ്ങനെയാണോ അത് കാണിച്ചരാം. ഇത് പണ്ടോട്ടേ അവിടെ ഉണ്ടല്ലോ. അവിടെ എന്തോ പുല്ലിന്റെ വെച്ചോ പുറത്ത് കേട്ടാ. എന്ത് തണുപ്പറിയ. കൈയൊക്കെ തണുത്ത് ഉറച്ച്. അകത്ത് കയറുമ്പോ എന്ത് ചൂടാവൂ. എന്തൊരു ചൂട് അകത്ത് കയറുമ്പോ. അകത്ത് കയറി മീൻ കറി കൂടി ചോറ് ഗൈസ്. നേരത്തെ മീൻ കറി ഉണ്ടാക്കി അപ്പൊ തന്നെ ചോറ് കഴിച്ചു. അതാണ് ചോറ് കഴിച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചേ. അപ്പതേ ചോറ് കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അമ്പലത്തിൽ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. ഞങ്ങള് പുറത്ത് കുറെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അടുത്തുള്ളതായിട്ട് നാളെ കാണാം. ടാറ്റ ബൈ ബൈ. See you.